ഇന്നലെ ഉണ്ടായ ഒരു സംഭവം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിൻ്റെ മരണമാണത്. വിഷമോ കൂടുതൽ അളവിൽ മരുന്ന് ഉള്ളിച്ചെന്നാണ് 2 കുട്ടികൾ മരിച്ചത്. അവർ ട്വിൻസ് ആയിരുന്നു. അതുപോലെ കൊല്ലം സ്വദേശികളാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഭർത്താവ് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഈ കാലിഫോർണിയയിലെ ഈ മരണത്തിൽ, കൂട്ടമരണത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? കെ കൊല്ലം സ്വദേശികളായ ആനന്ദ് സുജിത് ഹെൻറി 42 വയസ്സായിരുന്നു പ്രായം. ഭാര്യ ആലീസ് പ്രിയങ്ക 40 വയസ്സും അതുപോലെ അവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ, നേതൻ എന്നിവരുടെ മരണവും കൊലപാതകവും ആത്മഹത്യയുമായിട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും മക്കളെയും കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് അന്വേഷണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ 3 കൊലപാതകവും ആത്മഹത്യയും എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:15 ആണ് ഈ പോലീസിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയ ഭാര്യ മാതാവ് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് നൽകുകയും തുടർന്ന് ഈ പോലീസ് ഈ വീട്ടിൽ എത്തുകയും വീട്ടിൽ നിന്ന് പ്രതികരണം ഒന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് പൂട്ടിയിട്ടില്ലാത്ത ഒരു ജനലിലൂടെ വീടിനുള്ളിൽ കയറിയ പോലീസ് കിടപ്പുമുറിയിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. അവരുടെ ശരീരത്ത് മുറിവുകളൊന്നും ഇല്ലായിരുന്നു. 4 വയസ്സുള്ള ഈ ഇരട്ട ആൺകുട്ടികളെ ശ്വാസം മുട്ടിക്കുകയോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ മാരകമായ അളവിൽ രാസവസ്തു നൽകുകയോ ചെയ്തതായിട്ടാണ് പോലീസ് കരുതുന്നതെന്ന് ഈ അന്വേഷണത്തെക്കുറിച്ചൊക്കെ നേരിട്ട് അറിവുള്ള സോഴ്സുകൾ NBC ചാനലിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയും പലതവണയും പോലീസ് ഈ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അത് എന്തിനാണെന്ന് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും ലഭിച്ചിട്ടുമില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ടും അതുപോലെ ഫോറൻസിക് വിശകലനത്തിനുമൊക്കെ വേണ്ടിയാണ് പോലീസ് ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. സംഭവത്തിന് ഉത്തരവാദിയായ വ്യക്തി വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് പോലീസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇവർ അയൽക്കാരുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. ഇവര് 4 വർഷത്തിലേറെയായിട്ടാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. വളരെ സന്തുഷ്ട കുടുംബമായിട്ടാണ് തോന്നിയതെന്നാണ് അയൽവാസികൾ പറയുന്നത്. മെറ്റയിലും അതുപോലെ ഗൂഗിളിലുമൊക്കെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് തൊഴിലെടുക്കുകയായിരുന്നു ആനന്ദ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ മെറ്റയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ കോടതി രേഖകൾ പ്രകാരം 2016 ഡിസംബറിൽ ആനന്ദ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെങ്കിലും അതുമായിട്ട് പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. കുട്ടികൾക്ക് 4 വയസ്സൊക്കെ ആയതിനാൽ പിന്നീട് ഇരുവരും പൊരുത്തപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2010 ഈ സാന്റാ ക്ലാര കൗണ്ടിയിൽ ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കളത്താട്ട് ദേവരാജൻ എന്നായിരുന്നു അയാളുടെ പേര്, 5 കുടുംബാംഗങ്ങളെ വെടിവെച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതും ഏതാണ്ട് അതുപോലെയുള്ള ഒരു കേസായിട്ടാണ് തോന്നുന്നത്. കെ ഓക്കെ മധു, ഇന്നിപ്പോൾ അമേരിക്ക വീണ്ടും വെടിവെയ്പ്പ് നടന്നെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. കാൻസസ് സിറ്റിയിൽ ഒരു വെടിവെയ്പ്പുണ്ടായി, ഒരാൾ മരിച്ചു എന്ന രീതിയിൽ വാർത്ത കണ്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തായിരുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ സൂപ്പർ ബോൾ ലാസ് വേഗാസിലായിരുന്നു നടന്നത്. അതിന്റെ വിജയികളായ കാൻസസ് സിറ്റി ചീഫ് അവരുടെ വിജയാഘോഷ പരേഡ് കാൻസസ് സിറ്റിയിൽ സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. പ്രാദേശിക സമയം 2 മണിയോടുകൂടിയാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. 10 ലക്ഷത്തോളം പേർ പങ്കെടുത്ത ഈ പരേഡിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വർഷം 2024 അമേരിക്കയിൽ നടക്കുന്ന 44ാമത്തെ വെടിവെപ്പാണിത്. കെ ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് നമുക്കൊപ്പം ചേർന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു നമ്മോട് സംസാരിച്ചത്.